ഓ, കേസല്ല അന്നേ പറഞ്ഞാണല്ലോ. അതായത് മാരകമായ ചില കേസുകളുണ്ട്. ആ കേസുകൾ ഒഴിച്ച് ബാക്കി എല്ലാ കേസുകളും പിൻവലിക്കുക എന്നുള്ളത് തന്നെയാണ് ഗവൺമെൻറ് നിലപാട്. 64 240 പിൻവലിക്കേണ്ടെന്ന ഘട്ടത്തിലെത്തിയിട്ടുണ്ട്. അത് കേസെന്ന് പറയുന്നത് ചില ആൾ വിചാരം കേസെല്ലാം കോൺഗ്രസിനും ലീഗിനും എതിരായിട്ടുള്ള കേസാണെന്നാണ്. ആ കേസിലെ ഭൂരിപക്ഷം കേസും CPIM, CPI, DYFI, SFI, AISF, AIYFിൻ്റെയൊക്കെ ഉൾപ്പെടെയുള്ളതാണ്. ആ ലിസ്റ്റ് അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ചില ആളുകളുടെ ധാരണ അവർ നടത്തിയ, കുറച്ച് ആളുകൾ നടത്തിയ ഒരു സമരമാണ്, ആ സമരത്തിൻ്റെ ഭാഗമായിട്ടുള്ള കേസാണെന്നാണ്. അതല്ല, നൂറുകണക്കിന് കേസുകൾ ഞാൻ ഈ പറഞ്ഞ വിവിധ വിഭാഗങ്ങളുമായി ചേർന്നിട്ടുള്ള നടത്തിയിട്ടുള്ളതാണ്. ഞാനാണല്ലോ 70 ലക്ഷത്തിലധികം ആളെ പണി നടത്തിയിട്ടുള്ള ഏറ്റവും ഒപ്പിച്ച ജനകീയ മുന്നേറ്റം സൃഷ്ടിച്ചത്. കേസ് വെച്ച് വിലപേശാനാണ് ചില ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കേസ് ഈ പറയുന്നവരുടെ കേസ് മാത്രമാണെന്നുള്ള തിരിധാരണയൊന്നും വേണ്ട. ഈ പറഞ്ഞ എല്ലാ കേസിൻ്റെ അകത്തും ഞങ്ങൾ ഈ പറയുന്ന എല്ലാ വിഭാഗവും അതെ അതെ, അത് പിൻവലിക്കാൻ പ്രയാസമാണെന്ന് അന്നേ പറഞ്ഞിട്ടുണ്ട്. ഗുരുതരമായ പ്രശ്നമുള്ളത് പിൻവലിക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. ബാക്കി എല്ലാ കേസും പിൻവലിക്കും. ഏത് അതിൻ്റെ ഇരയായവരാ ഞങ്ങളെല്ലാം. നിങ്ങൾ ഇപ്പം വേറെ ഏതോ ഒരു ഇരയെ പറ്റി പറയണ്ട. നിങ്ങൾ വിചാരിച്ചത് എന്താ പറയുക? അതാ ഞാൻ ആദ്യം തന്നെ അത് പറഞ്ഞത്. പിന്നെ വെറുതെ ആവശ്യമില്ലാതെ ചർച്ചയ്ക്ക് പോകേണ്ട കാര്യമില്ലല്ലോ. അവർ പറയുന്നല്ല, ഞങ്ങളല്ലേ പറയേണ്ടത്. ആ അറിയിച്ചതിന്റെ ഭാഗമായിട്ടാണ് 249 കേസ് റെഫർ ചെയ്യുന്നത്. അങ്ങനെയല്ലാതെ പറഞ്ഞൊരു കാര്യമില്ല. 249 ഞാൻ പറഞ്ഞില്ലേ, 240-ലധികം കേസ് ഇപ്പോൾ റെഫർ ചെയ്യുന്ന നിലയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. 249 കേസ് അതുകൊണ്ട് റെഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ചെയ്യും. ഗുരുതരമായ പ്രശ്നമുള്ളത് മാത്രമേ അവിടെ ബാക്കിയുള്ളൂ. ബാക്കിയെല്ലാം ഈ രീതിയിൽ പിൻവലിക്കാൻ ചെയ്യും. അത് വേറെ ആരെങ്കിലും ആണെന്നുള്ള ധാരണയൊന്നും വേണം. ഒരുപാട് കേസ് നമുക്കെല്ലാം എതിരായിട്ടില്ല. അതാ ഞാൻ പറഞ്ഞത്. ആ ലിസ്റ്റ് നിങ്ങൾ കൃത്യമായിട്ട് വായിച്ചു നോക്കിയാൽ മതി. ആർക്കൊക്കെ എതിരായിട്ടാണെന്നുള്ള അസംബ്ലി തന്നെ പറഞ്ഞിട്ടുള്ള ചോദ്യത്തിൽ ഉത്തരമുണ്ട്. ആ ഉത്തരത്തിൽ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ പാർട്ടി, ഏതൊക്കെ സംഘടനകളുണ്ട്. അതിൽ കോൺഗ്രസും ഉണ്ട്, അതുപോലെ തന്നെ ലീഗുണ്ട്, യൂത്ത് കോൺഗ്രസും ഉണ്ട്. അതിൽ CPI, CPM, CPI, DYFI, SFI, AISF, AIYF തുടങ്ങിയ എല്ലാ സംഘടനകളും. അത് അതുകൊണ്ട് നമ്മളെല്ലാവരും തന്നെ അത് ഒരേ ഭാവമാണ്. അതിൽ വേറെ സംശയത്തിനൊന്നും ഇടയില്ല. സമാന ചിന്താഗതിക്കാരെ മുഴുവൻ യോജിപ്പിച്ച് അണിനിരത്തി മുമ്പോട്ടേക്ക് പോകണമെന്നാണ് അന്നത്തെ ദിവസം ആ വിധി വന്ന, അല്ലെങ്കിൽ ആ നിയമം നടപ്പിലാക്കുന്നു എന്ന വാർത്ത വന്ന അന്ന് ഞാൻ ഡൽഹിയിൽ നിന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ ഡൽഹിയിൽ നിന്ന് പറഞ്ഞ് മണിക്കൂറുകൾ കഴിയുമ്പോൾ VD സതീശൻ പറഞ്ഞു അങ്ങനെ ഒരു പ്രശ്നമില്ല. അതാണ് കോൺഗ്രസ്. അതിനെപ്പറ്റി നിങ്ങൾക്ക് വാർത്തയില്ല. ആ വാർത്ത നിങ്ങൾ ശരിയായ രീതിയിൽ കൊടുക്കുന്ന പോലുമില്ല. യോജിച്ച നിങ്ങളേതാ പത്രം? കൈരളിയാണ്. യോജിച്ച ഒരു കാര്യം തീരുമാനിച്ചാൽ അത് കൊടുക്കാൻ നിങ്ങളില്ല. നിങ്ങൾക്കാവുന്നില്ല. നമുക്കുള്ള ഇപ്പോഴുള്ള നമ്മൾ സമസ്തയോ ലീഗോ മാർക്സിസ്റ്റോ മറ്റേതെങ്കിലും ഒന്നുമല്ല ഞാൻ പറഞ്ഞത്. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ചേർന്ന് ഈ പൗരത്വ ഭേദഗതി നിയമം എന്ന ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞ സാഹചര്യത്തിൽ അതിനെതിരായിട്ട് മുഴുവൻ ജനവിഭാഗങ്ങളെയും അണിനിരത്തി മുമ്പോട്ടേക്ക് പോവുക എന്നുള്ള നിലപാടാണ് CPIM മുന്നോട്ടേക്ക് വെച്ചത്. ആ മുന്നോട്ടേക്ക് വെച്ച് മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് VD സതീശൻ പറഞ്ഞു, പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, ഞങ്ങൾ LDFുമായി ചേർന്ന് മുമ്പോട്ടേക്ക് പോകുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ BJPയെ സഹായിക്കാനാണ്. അതാണ് അതിന് കൃത്യമായ അർത്ഥം. അല്ലാണ്ട് വെറുതെ ഒരു നിലപാട് സ്വീകരിച്ചതല്ല. BJPയെ സഹായിക്കുന്ന നിലപാടാണ് VD സതീശൻ്റെ സമീപനം. കേരളത്തിൻ്റെ തന്നെ യോജിച്ച ഒരാവശ്യം നിർവഹിക്കുന്നതിന് വേണ്ടി ഞങ്ങളില്ല എന്ന് അഡ്വാൻസായിട്ട് തന്നെ പറയുകയാണ്. അപ്പോൾ അതൊന്നും പക്ഷേ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വലിയ പ്രചാരണം കൊടുക്കേണ്ടുന്ന പോയിൻ്റായിട്ട് വരുന്നില്ല എന്നുള്ളതാണ് സത്യം. നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ നിലപാട് സ്വീകരിക്കുന്നവരാണ്. അതാണ് ഇതിലുള്ള പ്രധാനപ്പെട്ട അതന്നെ. അത് BJPയെ സഹായിക്കാനാണ്.
രണ്ട് തരത്തിലാണ് ബി ജെ പിയെ സഹായിക്കാൻ അവർക്ക് സാധിക്കുക. ഒന്ന് സമരത്തിൽ നിന്ന് വിട്ടു നിൽക്കുക, അല്ലെങ്കിൽ സമരത്തിൻ്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് തന്നെ ആ സമരത്തെ ഛിന്ന ഭിന്നമാക്കാനുള്ള ബോധപൂർവമായ പ്രവർത്തനത്തിൽ ബി ജെ പിയെ സഹായിക്കുക. അതാണ് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് പ്രായോഗികമായിട്ട് മനസ്സിലാവുമല്ലോ. അന്നേരം ഇപ്പം ചോദിച്ചതിന് ഉത്തരം പറയണം. അത് പ്രായോഗികമായിട്ട് നടപ്പിലാക്കല്ലേ കൊണ്ടു. നടപ്പിലാക്കുന്നില്ല. ഇവിടെ നടപ്പിലാക്കാതിരിക്കുന്ന നിലപാട് സ്വീകരിക്കും. എന്നിട്ട് നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള സമ്മർദ്ദം എങ്ങനെ വരും നമുക്ക് നോക്കാം. അന്നേരം നോക്കാം. ജനങ്ങളാണ് ഇതിൻ്റെ എല്ലാം ഗ്യാരണ്ടി, അല്ലാണ്ട് ഏതെങ്കിലും ഒരു നിയമത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വിശദീകരണമല്ല. കേരളത്തിലെ ജനങ്ങളിൽ മഹാഭൂരിപക്ഷവും ഈ നിയമം നടപ്പിലാക്കുന്നതിനെതിരാണ്. ആ എതിരായ നിലപാട് സ്വീകരിക്കുന്ന ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ഗവൺമെൻറ് പ്രവർത്തിക്കും എന്നാണ് പറഞ്ഞത്. അതിൻ്റെ പ്രായോഗിക തല ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതും ബി ജെ പിക്ക് അനുകൂലമാണ്. ശരിയാൾക്ക് ഭയങ്കര പ്രയാസമാണ്. എങ്ങനെയായിരിക്കും ഈ ഗവൺമെൻറ് ഈ നടപ്പിലാക്കുക എന്നുള്ള കാര്യം പറഞ്ഞിട്ട്. അത് ബി ജെ പിക്ക് അനുകൂലമായ ഒരു മനഃശാസ്ത്രം രൂപപ്പെടുത്താനാണ്. അതിലൊന്നും വിഷമിക്കേണ്ടതായി നടപ്പിലാക്കാം. സുധാകരൻ പറയുന്നതെല്ലാം വലിയ ദൂരെടുക്കണം. സുരേന്ദ്രൻ അല്ല, എല്ലാം സുരേന്ദ്രൻ ഇങ്ങനെ ഓരോന്നോരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതിപ്പോൾ ആരും ഇത്ര ഗൗരവത്തിൽ എടുക്കാറില്ലല്ലോ കേരളത്തിൽ. വേറെ ഒന്നുമില്ല. അപ്പോൾ പ്രധാനപ്പെട്ട വാർത്തയാണ്. നിങ്ങൾ ഗൗരവപൂർവ്വം അത് കൈകാര്യം ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഇത് പൗരത്വ ഭേദഗതി നിയമം എന്ന് പറയുന്നതിൽ നേരത്തെ 1000 സംവത്സരങ്ങൾ രാജ്യമാക്കി ഇന്ത്യയെ മാറ്റുകയാണ് എന്ന് പ്രഖ്യാപിച്ച് കഴിഞ്ഞതിൻ്റെ തുടർച്ചയായിട്ടാണ് ഒരു വിഭാഗത്തിനെതിരായിട്ടുള്ള ശക്തിയായ കടന്നാക്രമം എന്ന രീതിയിൽ മതരാഷ്ട്രം എന്ന നിലയിൽ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കെതിരായിട്ട്. ഇത് ആ ഗൗരവത്തിൽ തന്നെ കാണാൻ നമുക്ക് സാധിക്കണം. അല്ല, കോടതി DYFI ഇപ്പം തന്നെ കോടതിയെ സമീപിച്ചു കഴിഞ്ഞു. അതൊക്കെ കോടതിയിലൊക്കെ പോകും. നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിർവഹിക്കപ്പെടും. അവർ പറയട്ടെ, നമുക്കെന്തെങ്കിലും കുഴപ്പം. നമ്മളെന്താ വല്ല ബഹ്റൈൻ്റെ വക്താക്കളാണ്? നമുക്കെന്ത് കാര്യം? ഓരോ ആൾ രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ പോകുന്നതിന് നമുക്കെന്തും ചെയ്യാൻ പറ്റുമോ? അതിലേക്ക് പറഞ്ഞയച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോൺഗ്രസ് ആണെന്ന് അദ്ദേഹം അവരെന്നെ പറഞ്ഞല്ലോ. എന്നെ BJPയിലേക്ക് എത്തിച്ചത് കോൺഗ്രസ് ആണെന്ന് അവരെന്നെ പറഞ്ഞു. ആ പറയുന്നതിന് പ്രസക്തിയില്ല. എന്നിട്ട് ഇമാതിരി ഏതോ ഒരു വർത്തമാനം ആരോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഉന്നയിക്കുകയാണ്. കെ മുരളീധരൻ BJP പോകുന്നുണ്ട്. ആരാ പോകുന്നതെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ ആർക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്ന രീതിയിൽ വോട്ട് ചെയ്താലും അവർ കോൺഗ്രസ് തന്നെ നിൽക്കുന്നില്ല. ഇനി ഒരു ഗ്യാരണ്ടിയില്ല. ഇനി കോൺഗ്രസ് തന്നെ നിൽക്കുന്നു വന്നാലും BJPക്ക് അനുകൂലമാവില്ല എന്നും ഒരു ഗ്യാരണ്ടിയില്ല. അതാണ് ഈ കേരളത്തിൻ്റെ ഒരു അവസ്ഥ. അനിശ്ചിതാവസ്ഥയാണ് കേരള രാഷ്ട്രീയത്തിൽ, UDFൻ്റെ രാഷ്ട്രീയത്തിൽ. ആരാണ് കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് നിൽക്കുക എന്ന് ജയിച്ചാലും തോറ്റാലും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അതൊന്നും പറഞ്ഞാണ് ഒരു കാര്യമില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞാണല്ലോ. അതിനിങ്ങനെ ചൊറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ആ നടക്കുന്നവർ നടക്കട്ടെ മാത്രമേ ഉള്ളൂ. യെസ്.